ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനവും തുടർന്ന് വീടുകളെ പിടിച്ചുകുലുക്കിയ പ്രകമ്പനവും ഒരു നിമിഷം തൃപ്പൂണിത്തുറ ചൂരക്കാട് നിവാസികൾ നിശ്ചലമായ നിമിഷം. പിന്നീടാണ് പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി ജനവാസ മേഖലയിൽ ശേഖരിച്ചു വെച്ച പടക്കം പൊട്ടിത്തെറിച്ചതാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. എന്താ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആകെ മൊത്തം ഇതായി, വീടുകളൊക്കെ തകർന്നായി, 2-3 പേർക്ക് പരിക്കുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. എന്താ പിന്നത്തെ വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് അഗാധം നമ്മുടെ ടൗണിൽ പോലും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഇന്ന് നടക്കേണ്ട വെടിക്കെട്ടിനായി കൊണ്ടുവന്ന പടക്കം വാഹനത്തിൽ നിന്ന് ഇറക്കുന്നതിനിടെയായിരുന്നു പൊട്ടിത്തെറി. ഒരു 2 കിലോമീറ്റർ അപ്പുറം പോയിട്ടുണ്ട്. 2 കിലോമീറ്റർ അപ്പുറം വരെ പോയി. പേട്ട വരെയൊക്കെ പോയിട്ടുണ്ട്. സംഭവിച്ചു. സമീപത്തെ വീടുകൾ പലതും പൂർണ്ണമായും തകർന്നു. സ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രകമ്പനത്തിൽ 500 മീറ്ററിലധികം ദൂരെയുള്ള വീടുകളെ വരെ വാസയോഗ്യമല്ലാതാക്കി. ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു. അവസ്ഥ ജനലുകൾ സകലതും പോയി, അകത്തോട്ട് പോയി, എല്ലാം തകർന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണു മരിച്ചു. 3 പേരുടെ നില ഗുരുതരമാണ്. പടക്കം ശേഖരിച്ചു വെക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് കളക്ടർ പറഞ്ഞു. വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. സംഭവത്തിൽ 4 പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. പടക്കത്തിന്റെ കരാർ ഏറ്റെടുത്തിരുന്നത് തിരുവനന്തപുരം സ്വദേശി ആദർശാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആദർശിന്റെ അമ്മയുടെ പേരിലാണ്. ക്ഷേത്ര ഭരണസമിതിക്കാരെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.